ഇന്ന് 2024 ഡിസംബർ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ്. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്ന് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യമായി സംസ്ഥാന ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ വെള്ള, നീല കാർഡുടമകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക്, അതായത് ഓൺലൈനിലൂടെ അപേക്ഷകൾ സ്വീകരിക്കാനുള്ള അവസാന തീയതി 31/12/2024 ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ അതല്ലെങ്കിൽ സിറ്റിസൺസ് ലോഗിൻ പോർട്ടലിലൂടെയോ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. 31/12/2024 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ഇതിന് സമയമുള്ളത്. നേരത്തെ ഇത് ഈ മാസം 14 ആയിരുന്നു, പിന്നീട് 30 ഇപ്പോൾ 31 ദീർഘിപ്പിച്ചിരിക്കുന്നത്. 1 ഏക്കറിൽ കൂടുതൽ ഭൂമി, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട്, 4 ചക്ര വാഹനം, കുടുംബത്തിൽ ആർക്കെങ്കിലും 25,000 രൂപയുടെ വരുമാനം, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ഇത്തരം സാഹചര്യമുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ നിത്യരോഗികൾ, വിധവകൾ, പഞ്ചായത്തിൽ നിന്ന് BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ഒരു അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി 31/12/2024 ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അപേക്ഷകൾ കൊടുക്കാം. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നതിനെതിരെ പരാതി. കൊച്ചി ഇൻഫോ പാർക്കിലെ സൈബർ സെല്ലിലാണ് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പരാതി നൽകിയത്. സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് സിനിമയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നത്. മാർക്കോയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച അക്കൗണ്ടുകളുടെ വിവരവും നിർമ്മാതാക്കൾ പോലീസിന് കൈമാറി. സിനിമാറ്റോഗ്രാഫ് നിയമം, കോപ്പിറൈറ്റ് നിയമം എന്നിവ പ്രകാരം സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിന്റെ അന്വേഷണം ആരംഭിച്ചതായും എവിടെ നിന്നാണ് സിനിമയുടെ ലിങ്കുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് പറഞ്ഞു. അതേസമയം വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും സിനിമ കാണുന്നതും കുറ്റകരമാണ് എന്ന് പോലീസിന്റെ മുന്നറിയിപ്പുണ്ട്. ഈ മുന്നറിയിപ്പ് ലംഘിച്ച് നിങ്ങൾ സിനിമ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ IP അഡ്രസ് പ്രകാരം ഇത് പോലീസ് മുൻകൂട്ടി മനസ്സിലാക്കുകയും നിങ്ങളുടെ ഫോൺ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ നിങ്ങൾ ഈ കേസിൽ പ്രതിയാകും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസിൽ വർഷങ്ങളോളം നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിലെ അപാകത കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സർവേ റവന്യൂ വകുപ്പിലെ 38 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് വന്നു. റവന്യൂ വകുപ്പിലെ സേവനത്തിൽ തുടരുന്ന 34 ഉദ്യോഗസ്ഥരും സർവേ ഭൂരേഖ വകുപ്പിലെ 4 ഉദ്യോഗസ്ഥരെയുമാണ് അച്ചടക്ക നടപടിക്ക് വിധേയമായി സേവനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണരും നിലാരംഭരുമായവർക്ക് കൈത്താങ് എന്ന നിലക്കാണ് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നത്. എന്നാൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ അനർഹമായി കൈപ്പറ്റുന്നുണ്ട് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്ന ആളുകൾ 18% പലിശ സഹിതം ഈടാക്കി ഈ ഒരു പണം പൂർണ്ണമായിട്ടും തിരിച്ചടക്കേണ്ടി വരും. അതിനെതിരെയുള്ള ശക്തമായ നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് വാർഡ് തലത്തിൽ പ്രത്യേകമായ കമ്മിറ്റി രൂപീകരിക്കുകയും പഞ്ചായത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിലെ സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ മികച്ച കോളേജ് മാഗസിനുള്ള കേരള മീഡിയ അക്കാദമി അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പങ്കെടുക്കാം. 2023-24 അധ്യയന വർഷത്തിൽ പ്രസിദ്ധീകരിച്ചതായിരിക്കണം മാഗസിൻ. 1ാം സമ്മാനം 25,000 രൂപയും മുഖ്യമന്ത്രിയുടെ ട്രോഫിയും, 2ഉം 3ഉം സമ്മാനം യഥാക്രമം 15,000 രൂപയും 10,000 രൂപയുമാണുള്ളത്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മാഗസിൻ്റെ 5 കോപ്പികൾ സഹിതം പ്രിൻസിപ്പലിൻ്റെ സാക്ഷ്യപത്രം, എഡിറ്ററുടെ വിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ ഉൾപ്പെടെ ജനുവരി 15 സെക്രട്ടറി കേരള മീഡിയ അക്കാദമി, കാക്കനാട്, കൊച്ചി 682030 എന്ന നമ്പറിലേക്ക് അയക്കണം. സ്വകാര്യ വാഹനങ്ങൾ ഇനി മുതൽ ഡ്രൈവറെ വെച്ച് ഓടിക്കാനും വിലക്കുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തയാണ്. ഇങ്ങനെയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ പറഞ്ഞത് സ്വകാര്യ വാഹനങ്ങൾ വാടക കൊടുക്കുന്നതിനെതിരെയാണ്. അങ്ങനെ വാഹനങ്ങൾ വാടക കൊടുക്കാൻ റെന്റ് കാർ സ്ഥാപനം നടത്തുന്നതിന് പ്രത്യേകമായ ലൈസൻസ് തന്നെ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇതില്ലാതെ വാഹനങ്ങൾ വാടക കൊടുക്കുന്നത് കുറ്റകരമാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കാറിന്റെ ഉടമക്ക് മാത്രമേ വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളൂ, മറിച്ച് ഡ്രൈവറെ വെച്ച് പോലും വാഹനം ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.